മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേഷ്വിസ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തൽഭുക്തിയാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. ശ്രീരാമൻ്റെ അവതാരം രാമായണ കഥയാണ് 34ഉം 35ഉം ദശകങ്ങളിലായിട്ട് പറയണത്. അതിൽ 34-ാമത്തെ ദശകത്തിൽ ആദ്യത്തെ ഭാഗം സുഗ്രീവനായിട്ട് കിഷ്കിന്ധാകാന്ഡം വരെ ഉള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ് 34-ാമത്തെ ദശകത്തിൽ. അതിന് ശേഷമുള്ള ഭാഗമാണ് 35-ാമത്തെ ദശകത്തിൽ പറയണത്. ഇതിൽ വളരെ ചുരുക്കിയിട്ട് രാമായണ കഥ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ കുറെ ചുരുക്കിയിട്ടാണ്. അതും വളരെ വളരെ സംഗ്രഹിച്ചിട്ടാണ് ഈ നാരായണീയത്തിലെ 2 ദശകം കൊണ്ട്, അതായത് 19-20 ശ്ലോകങ്ങളെ കൊണ്ട് രാമായണ കഥ, വളരെ വിപുലമായിട്ടുള്ള രാമായണ കഥ മുഴുവനെ സംഗ്രഹിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ സംഗ്രഹിക്കാനുള്ളതായിട്ടുള്ള ഭട്ടതിരിപ്പാടിൻ്റെ കഴിവ് അത് ഈ രാമായണ കഥയിലും ഭാരതകഥയിലും അതെ രണ്ടും വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഈ 2 ദശകങ്ങളിലാണ് ആ സംഗ്രഹത്തിനുള്ളതായിട്ടുള്ള കഴിവ് ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത്. വളരെ ഓടിച്ചുകൊണ്ടാണ് ആ കഥ മുഴുവൻ പോണത്. ഗീർവാണൈഹി അർത്ഥ്യമാനഃ, ഗീർവാണന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർ. ഗീർവാണൈഹി ഗീർവാണന്മാരാൽ, ദേവന്മാരാൽ, അർത്ഥ്യമാനഃ യാചിക്കപ്പെട്ടവനായി, അപേക്ഷിക്കപ്പെട്ടവനായി. അർത്ഥ്യമാനഃ എന്തിനാണ് ദേവന്മാരെ യാചിച്ചത്, അപേക്ഷിച്ചത്? ദശമുഖനിധനം, ദശമുഖൻ്റെ നിധനം, ദശമുഖനെ രാവണനെ കൊല്ലുക എന്നുള്ളത്, രാവണൻ്റെ വധം, അതാണ് ദേവന്മാർ ഭഗവാനോട് യാചിച്ചത്. മഹാവിഷ്ണുവിനോട് രാവണനെ കൊല്ലാനായിട്ട് ദേവന്മാരൊക്കെ കൂടിയിട്ട് ആവശ്യപ്പെട്ടു, യാചിച്ചു എന്നാണ്. ഗീർവാണൈഹി ദശമുഖനിധനം അർത്ഥ്യമാനഃ, ഗീർവാണൈഹി ഗീർവാണന്മാരാൽ, ദേവന്മാരാൽ, ദശമുഖൻ എന്ന് പറഞ്ഞാൽ 10 മുഖങ്ങളുള്ളവൻ രാവണൻ, രാവണൻ്റെ നിധനം വധം, രാവണൻ്റെ വധം അർത്ഥ്യമാനഃ യാചിക്കപ്പെട്ടവനായി, രാവണനെ വധിക്കണമെന്ന് ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടവനായി. കോസലേഷു കോസല രാജ്യത്ത്, ഈ ദേശങ്ങളുടെ പേര് ഒക്കെ ബഹുവചനത്തിലായിട്ട് സംസ്കൃതത്തിൽ പറയലുള്ളൂ എന്നാണ്. കോസലേ എന്നല്ല പറയുക, കോസലേഷു എന്ന് ബഹുവചനായിട്ടാണ്. കോസല രാജ്യത്ത് സപ്തമി ബഹുവചനാണ്. കോസല രാജ്യത്തിൽ ഋഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ, ഋഷ്യശൃംഗൻ പുത്രീയാം ഇഷ്ടിം, പുത്രീയമായ പുത്രനെ ഉണ്ടാകാൻ വേണ്ടതായ, സന്തതി ഉണ്ടാകാൻ വേണ്ടതായ ഇഷ്ടിം യാഗത്തെ ഇഷ്ട്വാ യജിച്ചിട്ട്, ഇഷ്ടി യാഗം, ഇഷ്ട്വാ യാഗം ചെയ്തിട്ട് യജിച്ചിട്ട്. അപ്പോൾ ഋഷ്യശൃംഗേ അപ്പോൾ അവസാനിപ്പിക്കണില്ല. പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ, പുത്രീയമായ, പുത്രീയം എന്ന് പറഞ്ഞാൽ പുത്രനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഇഷ്ടിം യാഗത്തെ, ഇഷ്ട്വാ യജിച്ചിട്ട്, യാഗത്തെ അനുഷ്ഠിച്ചിട്ട്, ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം, ദശരഥക്ഷ്മാഭൃതേ, ദശരഥൻ എന്ന ക്ഷ്മാഭൃത്ത്, ക്ഷ്മാ എന്ന് പറഞ്ഞാൽ ഭൂമി, ക്ഷ്മാഭൃത്ത് ക്ഷ്മായെ ഭൂമിയെ ഭരിക്കുന്നവൻ, രാജാവ്. ദശരഥക്ഷ്മാഭൃതേ, ദശരഥൻ എന്ന രാജാവ്, ഭൂഭൃത്ത്, ക്ഷ്മാഭൃത്ത് എന്ന് വെച്ചാൽ ഭൂഭൃത്ത്, ഭൂഭാരം ചെയ്യുന്നവൻ, ഭൂമിയുടെ ഭർത്താവ്, രാജാവ് എന്നർത്ഥം.
ദശരഥക്ഷ്മാഭൃതേ ദശരഥക്ഷ്മാഭൃതരെ ദദുഷി നൽകിയപ്പോൾ. അപ്പോൾ അവിടെ ഋഷ്യശൃംഗേ ദശരഥക്ഷ്മാഭൃതേ ദുഷി എന്നെടുക്കണം. ഋഷ്യശൃംഗൻ ദശരഥ രാജാവിനായിട്ട് നൽകിയപ്പോൾ എന്ത് പായസാഗ്ര്യം, ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പായസത്തെ ഇത് കഴിഞ്ഞിട്ട് യാഗം ചെയ്ത് അതിൽ നിന്നുണ്ടായതായ ഉണ്ടായതായ പായസം ദശരഥന് നൽകിയപ്പോൾ. ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്യം. ദശരഥക്ഷ്മാഭൃതേ ദശരഥൻ എന്ന രാജാവിനായിക്കൊണ്ട് പായസാഗ്ര്യം ദദുഷി പായസാഗ്രത്തെ ശ്രേഷ്ഠമായ പായസത്തെ നൽകിയപ്പോൾ. ആരാണ് നൽകിയത്? ഋഷ്യശൃംഗൻ എന്നതായ മഹർഷി അവിടെ ദശരഥൻ്റെ പുത്രിയായിട്ടുള്ള ശാന്തയെ വിവാഹം കഴിച്ചതാണ് ഋഷ്യശൃംഗൻ. ശാന്ത എന്നുള്ളതായിട്ടൊരു പുത്രി ദശരഥന് ഉണ്ടായിരുന്നു. ആ പുത്രിയെ അംഗരാജാവിന് സന്തതിയില്ലാതിരുന്നതായിട്ടുള്ള അംഗരാജാവിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ദശരഥൻ. ആ അംഗരാജാവിൻ്റെ രാജ്യത്ത് മഴയില്ലാണ്ട് വന്നപ്പോൾ ഋഷ്യശൃംഗൻ എന്നുള്ളതായ മഹർഷിയെ കൊണ്ടുവരണം, രാജ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ മഴ പെയ്യും എന്ന് പറഞ്ഞതനുസരിച്ച് ആ കഥയൊക്കെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഋഷ്യശൃംഗനെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു എന്നും മഴ പെയ്തു എന്നുള്ളതും. അതുകൊണ്ട് പിന്നെ പുത്രിയായ ശാന്തയെ, വളർത്തുപുത്രിയായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. അത് സിനിമയിലും കൂടി വന്നു കഴിഞ്ഞതാണ്. എങ്ങനെയായാലും ദദുഷി ദശരഥൻ എന്ന രാജാവിന് ഋഷ്യശൃംഗൻ യാഗം ചെയ്തിട്ട് ശ്രേഷ്ഠമായ പുത്രമകാമേഷ്ടി എന്നുള്ളതായ യാഗം ചെയ്തിട്ട് പുത്രീയാം ഇഷ്ടിം പുത്രന് വേണ്ടിയുള്ളതായ യാഗത്തെ ചെയ്തിട്ട് ശ്രേഷ്ഠമായ പായസത്തെ ദശരഥന് കൊടുത്തപ്പോൾ എന്നർത്ഥം. ദശരഥക്ക് പുത്രീയാം ഇഷ്ടിം ഇഷ്ടുവാ ദദുഷി ഇഷ്ടുവാ യജിച്ചിട്ട് ദദുഷി നൽകിയപ്പോൾ ദശരഥക്ഷ്മാഭൃതേ ദശരഥൻ എന്ന രാജാവിനായി പായസാഗ്രത്തെ നൽകിയപ്പോൾ. ഇനി തൽഭുക്തിയ അതിൻ്റെ ഭുക്തിച്ച ഭോജനം, ഭുക്തി കൊണ്ട് അതിൻ്റെ ഭോജനം കൊണ്ട് ആ പായസം കഴിച്ചിട്ട് തദ്ഭുക്തിയ തത്പുരന്ധ്രീഷു അദ്ദേഹത്തിൻ്റെ പുരന്ധ്രിമാരായ ഭാര്യമാരായ തൽപുരന്ധ്രീഷു അഭി തിസൃഷു സമം ജാതഗർഭാസു 3 പത്നിമാരും സമം ജാതഗർഭാസു ഒപ്പം തന്നെ ഗർഭം ധരിച്ചവരായി, ജാതമായ ഗർഭത്തോടു കൂടിയവരായി. അങ്ങനെ അത് ഭജിച്ചതുകൊണ്ട് ആ ശ്രേഷ്ഠമായ പായസം ഭജിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിമാരായ തൽപുരന്ധ്രീഷു ത്രിസൃഷു അഭി അദ്ദേഹത്തിൻ്റെ പത്നിമാരായ 3 പത്നിമാരും സമം ജാതഗർഭാസു ഒരേ സമയത്ത് തന്നെ ഗർഭം ധരിച്ചപ്പോൾ സമം ജാതഗർഭാസു ജാതഃ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നം നാംനാ ത്വം ജാതഃ അങ്ങ് ജനിച്ചു. അതായത് അവർ 3 പേരും ഗർഭിണികളായതിനു ശേഷം ത്വം ജാതഃ അങ്ങ് ജനിച്ചു എന്നാണ്. എന്താണ് ജാതഃ രാമസ്ത്വം എങ്ങനെയാണ് അങ്ങ് ജനിച്ചത്? രാമനായിട്ട് അങ്ങ് ജനിച്ചു. ആ 3 പേരും ഗർഭിണികളായതിനു ശേഷം അങ്ങ് രാമനായിട്ട് അവിടെ ജനിച്ചു. ജാതഃ ത്വം രാമനായിട്ട് രാമഃ ത്വം ജാതഃ അങ്ങ് രാമനായിട്ട് അവതരിച്ചു. ഇങ്ങനെ ലക്ഷ്മണേന സ്വയം അഥ ഭരതേനാപി ശത്രുഘ്ന സ്വയം ജാതഃ അങ്ങ് തന്നെത്താൻ ജനിച്ചു. അങ്ങ് സ്വയം തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് കൗസല്യയിൽ ജനിച്ചു. അതൊന്നും ഇവിടെ വിസ്തരിച്ച് പറയണില്ല. ഒക്കെ വേഗത്തിൽ കഥ വിസ്തരിച്ചറിയാവുന്നതായത് കൊണ്ട് അറിയുന്ന കഥയാണ്, പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് എന്നതുകൊണ്ടായിരിക്കാം അത് മുഴുവനൊന്നും വിസ്തരിച്ച് പറയാതിരുന്നത്. 3 പേരും ഗർഭിണികളായപ്പോൾ ത്വം സ്വയം ജാതഃ അങ്ങ് സ്വയം ജനിച്ചു. അഥ ത്വം സ്വയം ജാതഃ അനന്തരം അങ്ങ് സ്വയം ജനിച്ചു. എങ്ങനെയൊക്കെയാണ്? ലക്ഷ്മണേന അനുയാതഃ ലക്ഷ്മണനാൽ അനുയാതനായിട്ട്, ലക്ഷ്മണനാൽ പിന്തുടരപ്പെട്ടവനായിട്ട് അങ്ങ് ആദ്യം
ജനിച്ചു. പിന്നെ ലക്ഷ്മണനും ഭരതേനാപി ശത്രുഘ്നനാംന, ഭരതനോടും ശത്രുഘ്നൻ എന്നു പേരായ അനുജനോടും കൂടി, അപ്പോൾ എല്ലാവരോടും കൂടി അങ്ങ് ജനിച്ചു. 3 പേരോടും 3 അനുജന്മാരോടും കൂടി അങ്ങ് സ്വയം ജനിച്ചു എന്നാണ്. ഭഗവാൻ വിഷ്ണു സ്വയം രാമനായിട്ട് അവതരിച്ചു. ആരോടൊക്കെ കൂടിയിട്ട്? ലക്ഷ്മണേന അഥ ഭരതേന ശത്രുഘ്നാംന അപി, ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നാംന, ശത്രുഘ്നൻ എന്ന പേരോടു കൂടിയവനോടും, അതായത് 3 പേരോടും കൂടി, ഭരതനോടും ലക്ഷ്മണനോടും ശത്രുഘ്നനോടും കൂടി. അവിടെ വൃത്തം ശരിയാവാനൊക്കെ ആയിട്ട് കുറേ പദങ്ങൾ ശത്രുഘ്നാംന എന്നങ്ങോട്ട് മാറ്റേണ്ടി വന്നു. അതൊക്കെ ആ വൃത്തം ശ്ലോകത്തിൻ്റെ ശരിയാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. തദ്ഭുക്തിയ, അപ്പോൾ അവിടെ അത് മുഴുവൻ 3 പേരും ജനിക്കണത്, 4 പേരും ജനിക്കണത് മുഴുവനെ ഒറ്റ ശ്ലോകത്തിൽ അങ്ങോട്ട് തീർത്തു, പറഞ്ഞു നിർത്തി എന്നുള്ളതാണ്. ഗീർവാണൈഹി ദശമുഖനിധനം അർത്ഥ്യമാനഃ, ഗീർവാണന്മാരാൽ ദശമുഖൻ്റെ നിധനം, രാവണൻ്റെ വധം അർത്ഥിക്കപ്പെട്ടവനായി, യാചിക്കപ്പെട്ടവനായി, അപേക്ഷിക്കപ്പെട്ടവനായി. കോസലേഷു ഋഷ്യശൃംഗേ കോസലേഷു പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ ഋഷ്യശൃംഗേ ക്ഷ്മാഭൃതേ പായസാഗ്രം ദദുഷി എന്നങ്ങനെ എടുക്കണം അന്വയം. അപ്പോൾ എങ്ങനെയാണ്? കോസലേഷു, കോസല രാജ്യത്ത് പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ, പുത്രൻ ഉണ്ടാകാനുള്ളതായ ഇഷ്ടിയെ, യാഗത്തെ ഇഷ്ട്വ യജിച്ചിട്ട്, ഋഷ്യശൃംഗൻ ദശരഥ ക്ഷ്മാഭൃതേ, ദശരഥ എന്ന ക്ഷ്മാഭൃത്തിനായിക്കൊണ്ട്, രാജാവിനായിക്കൊണ്ട്, ഭൂമിപാലകനായ ദശരഥനായിക്കൊണ്ട് പായസാഗ്രം ദദുഷി, പായസാഗ്രത്തെ, ശ്രേഷ്ഠമായ പായസത്തെ നൽകിയപ്പോൾ, തൽപുരന്ധ്രീഷു തിസൃഷു അപി, അദ്ദേഹത്തിൻ്റെ പുരന്ധ്രിമാരായ ഭാര്യമാരായ 3 പേരിലും സമം ജാതഗർഭാസു, ഒരേ സമയം ഗർഭം ധരിച്ചപ്പോൾ, ഈ 3 പത്നിമാരും ഈ പായസം ഭക്ഷിച്ചതുകൊണ്ട് ഉടനെ ഗർഭം ധരിച്ചു 3 പേരും എന്നാണ്. സമം ജാതഗർഭാസു, ഒരേ സമയത്ത് ഗർഭം ധരിച്ചപ്പോൾ, ത്വം സ്വയം ജാതഃ, അങ്ങ് സ്വയം ജനിച്ചു. എങ്ങനെ? ഭരതേന ശത്രുഘ്നേന, ലക്ഷ്മണേന ഭരതേന ശത്രുഘ്നാംന അപി, ഭരതനോടും ലക്ഷ്മണനോടും ശത്രുഘ്നൻ എന്ന പേരായവനോടും കൂടി അങ്ങ് സ്വയം ജനിച്ചു എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചൊല്ലാം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേഷ്വശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്തിയാ തൽപുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നാംന. അവിടെ ആ കോസലേഷു ഋഷ്യശൃംഗേ എന്നുള്ളത് സന്ധി ചേർന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്. കോസലേഷു എന്നവിടെ വരണം. കോസലേഷു ഋഷ്യശൃംഗേ എന്ന് രണ്ടും കൂടിയിട്ടാണ് വരണത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. യാചിച്ചു വേദവിജ്ഞർ ദശമുഖമരണം കോസലേ ഋഷ്യശൃംഗൻ പുത്രക്കായി ചെയ്തു യാഗം ദശരഥ നൃപനും നൽകിനാൻ പായസത്തെ. തത്പത്നി 3 പേരും ഉടനെയതശനം ചെയ്തു ഗർഭത്തിലുണ്ടായി. രാമൻ നീ ലക്ഷ്മണാഖ്യൻ ഭരതനുമനുജർ പിന്നെ ശത്രുഘ്നെന്നോർ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.